വാഷിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നില്ലെന്ന് കസ്റ്റമർ വിളിച്ച് പറഞ്ഞു. നമ്മൾ പോയി ചെന്ന് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയൊരു കാഴ്ച നിങ്ങളെ കാണിച്ചു എന്താ വേണ്ട. നമ്മൾ മെഷീൻ ഓണാക്കി കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം വീഴേണ്ടതാണ്. പക്ഷേ ഇവിടെ വെള്ളം വീഴുന്നില്ല. ശകലം പോലും വെള്ളം വീഴുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലറ്റ് വാൽവിലേക്ക് വെള്ളം വരുന്നില്ല, അല്ലെങ്കിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷേങ്കിൽ എന്താണെന്നറിയില്ല. അതാണ്ടല്ലേ ഫുള്ള് ബ്ലോക്കായിട്ടുണ്ട്. ഇങ്ങനെ ബ്ലോക്കായിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കംപ്ലയിൻ്റ് ആവുന്നത്. വെള്ളം എടുക്കുന്നില്ല, കാരണം ഫുൾ ബ്ലോക്കായിരിക്കുന്ന അകത്തേക്ക് വെള്ളം വീഴാത്തൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു ചെറിയൊരു പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്കത് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു ഫിൽറ്റർ നമ്മുടെ കയ്യിലേക്ക് കിട്ടും. ഈ ഫിൽറ്റർ വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ വെള്ളം വീഴാനും ടൈമിങ് വ്യത്യാസം വരാനും ഒക്കെ ചാൻസ് ഉണ്ട്. വർക്ക് ചെയ്യാതിരിക്കും ചില മെഷീനുകൾ. ഓരോ മെഷീനും ഓരോ രീതിയിലാണ് കംപ്ലയിൻറ്റുകൾ കാണിക്കുന്നത്. ഞാനിപ്പോൾ അത് അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ വേണം ഈ ഒരു ഫിൽറ്റർ എപ്പോഴും ഇരിക്കാനായിട്ട്. അത് നമുക്ക് അഴിച്ചെടുത്ത് എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് തിരിച്ച് അതുപോലെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കുക. അതിന് മുമ്പായിട്ട് വേണ്ട അതിനകത്ത് ഒരു ഇതുണ്ട്, അതൊന്ന് നല്ല വൃത്തിയായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോക്ക് കാരണം വീണ്ടും അങ്ങനൊരു പ്രോബ്ലം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു ഫ്ലോയും കുറയും, അതുപോലെ തന്നെ അരിപ്പ് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യത്തില്ല. തിരിച്ചതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ടാപ്പ് ഒന്ന് ഓണാക്കി നോക്കണം എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. നമ്മൾ എന്തായാലും വാഷിംഗ് മെഷീനൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.